ഹായ് ഓൾ അസ്സാം വലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സും ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു അടിപൊളി നൈഫാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ പ്രിൻറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു നൈഫാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, മൂർച്ച നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റേറ്റ് വരുന്നത് 224 രൂപക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റേറ്റ് കാണിക്കുന്നത് 245 രൂപയാണ് കേട്ടോ. ഈ ഒരു റേറ്റിന് വേർത്ത് ആയിട്ടുള്ള നൈഫാണ്. 3 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം മൂർച്ചയും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറും ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു കളറാണ്. ഒരു പിസ്ത ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്നൊരു അടിപൊളി നൈഫാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങി നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ കളറിൽ വരുന്ന 4 ടീസ്പൂൺസാണ്. ഗോൾഡൻ കളറിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നത്. യൂസ് ആക്കാനും വളരെ ഈസിയാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെറ്റീരിയൽ വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ആക്കാനും സുഖമാണ്. എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ വരുന്ന സമയത്ത്, പുഡിങ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വെച്ച് കൊടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ടീസ്പൂൺസ് പല ഷേപ്സിലാണ് വരുന്നത്. നല്ല റോസിൻ്റെ, അതുപോലെ തന്നെ പല ഫ്ലവേഴ്സിൻ്റെ ഹാർട്ട് ഷേപ്പ്, ഇങ്ങനെ 4 ഷേപ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ടീസ്പൂൺസും ഓരോ ഭംഗിയാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് വരുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചപ്പാത്തി തവയാണ് കേട്ടോ. അപ്പം ഇത് ഞാനിപ്പോഴും യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. നല്ല ഒരു ക്വാളിറ്റി എന്ന് ഇത് പറയാനില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും, കട്ടി തീരെ കുറവാണ്. എന്നാലും ചപ്പാത്തി ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ഹാൻഡിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അത് പിന്നീട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു സ്ക്രബ്ബർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മരത്തിൻ്റെ തവി കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൽ ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 300 രൂപയാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു നോൺ സ്റ്റിക്ക് തവയാണ് കേട്ടോ. അപ്പോൾ ഇത് കോംബോ പാക്കാണ്. ഒരു തവയുണ്ട്, അതിൻ്റെ കൂടെ ഉണ്ണിയപ്പ ചട്ടിയുണ്ട് കേട്ടോ. രണ്ടും നോൺ സ്റ്റിക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് റേറ്റ് കണ്ടിട്ടും ഇതിൻ്റെ കോംബോ പാക്ക് കണ്ടിട്ടും ഞാൻ എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 400 സംതിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് കാണുന്ന സമയത്ത് നല്ല അടിപൊളി ക്വാളിറ്റി ആണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിത് റിട്ടേൺ ആക്കിക്കാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നും, പക്ഷേ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഇതിൻ്റെ റിവ്യൂ കൂടി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റിവ്യൂസ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയില്ല. നെക്സ്റ്റ് വരുന്നത് കാസ്റ്റ് അയണിൻ്റെ ഒരു പാനാണ് കേട്ടോ. 2 പാനുകൾ വന്നിട്ടുള്ള ഒരു കോംബോ പാക്കാണ്. കടുക് വറുക്കാനും അതുപോലെ തന്നെ ഉള്ളി തൂമ്പിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനാണ്. അപ്പം ഇത് ഹാൻഡിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കാനും, ഹാൻഡിലിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിടിക്കാനൊക്കെ നല്ല സേഫാണ്. ഇതിന് റേറ്റ് വരുന്നത് 194 രൂപയാണ്. ഇതും കാസ്റ്റ് അയണിൻ്റെ ഒരു കുഞ്ഞി പാനാണ്. ഇത് നമുക്ക് കടുക് വറുക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു പാനാണ് കേട്ടോ. ഇതിൽ നമുക്ക് പപ്പടം പൊരിക്കാനൊക്കെ പറ്റും. ആ ഒരു വലുപ്പത്തിൽ, ചെറിയ പപ്പടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊരിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു വലുപ്പത്തിലുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ കുറച്ചൊരു ഹെവിയാണ് കേട്ടോ. വുഡൻ ഹാൻഡിലാണ് വരുന്നത്. ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന റീയൂസബിൾ വാഷർ ബൗൾസാണ് കേട്ടോ. 12 പീസ് വരുന്ന ബൗൾസാണ് ഇതിൽ വരുന്നത്. സിലിക്കോൺ മെറ്റീരിയലൊന്നുമല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. ഇത് നമ്മൾ അലക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സുകൾ തമ്മിൽ കൂട്ടിപ്പിണയാതെയും അതുപോലെ തന്നെ സ്മൂത്തായിട്ട് വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്സ് ഇത്രയാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്